Good morning, children. Once again, welcome to ICT class. എല്ലാവർക്കും ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. Today, we are discussing about geometrical shapes. Okay, how can we create geometrical shapes with the help of Python language? Okay, പൈത്തൺ ഭാഷ അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് പലതരത്തിലുള്ള ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കുന്നത്. ആ ടൈപ്പിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹൗ ക്യാൻ വി മേക്ക് യൂസ് ഓഫ് പൈത്തൺ ടു ക്രിയേറ്റ് ജോമെട്രിക് ഷേപ്സ്? ഓക്കെ, ഫോർ ദിസ് സം സ്പെഷ്യൽ കമാൻഡ്സ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ പൈത്തൺ. ഓക്കെ, വി ഓൾറെഡി ഡിസ്കസ് that is forward, FD, right, RT, then left, LT. Okay, okay, here is the program 4.1. Okay, in 47, page number 47. Okay, from turtle import star for I in range 4, forward 100, right 90. Okay, observe the commands forward 100 and right 90. The command forward 100 creates a line of length 100 units in the Python graphics window. ഈ പ്രോഗ്രാമിൽ കാണുന്ന എന്താണ് ഫോർവേഡ് 100 റൈറ്റ് 90 എന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പൈത്തൺ ഗ്രാഫിക് ജാലകത്തിൽ 100 യൂണിറ്റ് നീളമുള്ള ഒരു വര അല്ലെങ്കിൽ ലൈൻ പ്രത്യക്ഷപ്പെടുന്നതിനാണ് FD 100 അല്ലെങ്കിൽ ഫോർവേഡ് 100 എന്ന നിർദ്ദേശം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുശേഷം വരച്ച ദിശയിൽ നിന്ന് 90 ഡിഗ്രി വലത്തോട്ട് തിരിയുന്നതിന് റൈറ്റ് 90 എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ദ കമാൻഡ് റൈറ്റ് 90 ഇൻസ്ട്രക്ട്സ് ഇറ്റ് ടു ടേൺ ടു റൈറ്റ് ബൈ 90 degrees. ഓക്കെ, ഫോർ ടേണിംഗ് ലെഫ്റ്റ് ഗിവ് ദ ഇൻസ്ട്രക്ഷൻസ് ലെഫ്റ്റ് 90. എന്താണ് ഇടത്തോട്ടാണ് തിരിയേണ്ടതെങ്കിൽ ലെഫ്റ്റ് 90 എന്ന നിർദ്ദേശം നൽകുക. ഓക്കെ, ഈ രണ്ട് നിർദ്ദേശങ്ങൾ ഫോർ ഐ ഇൻ റേഞ്ച് 4 എന്ന നിർദ്ദേശത്തിന് താഴെ നൽകിയത് കൊണ്ട് 4 തവണ പ്രവർത്തിക്കുകയും ഒരു സമചതുരം, ഇവിടെ നമ്മൾ ഒരു സമചതുരമാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഓക്കെ, സിൻസ് ദീസ് ടു കമാൻഡ്സ് ആർ ഗിവൺ അണ്ടർ ദ കമാൻഡ് ഫോർ ഐ ഇൻ റേഞ്ച് 4, they get repeated 4 times and a square is drawn. ഓക്കെ, ഒരു ഫോർ ലൂപ്പിലാണ് ഫോർ ലൂപ്പിൻ്റെ അണ്ടറിലാണ് ഈ FD 100 അല്ലെങ്കിൽ ഫോർവേഡ് 100 അല്ലെങ്കിൽ റൈറ്റ് 90 ആംഗിളും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോർ ലൂപ്പ് 4 പ്രാവശ്യം ആവർത്തിക്കും. 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് അതൊരു സമചതുരം, ഓക്കെ, ഒരു സ്ക്വയർ ആയിട്ട് മാറും. അതിനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 4 ലൈൻസ് ഉണ്ട്. ആദ്യം നമുക്കത് ചെയ്തു നോക്കാം. ഓക്കെ, let's move on to the programming section. Okay, applications, programming, IDLE. Okay, then click on new file, new file. Okay, from turtle import star, this is our first line of program. Okay, from turtle import star, press enter key. Okay, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച്, ഫോർ ലൂപ്പൊക്കെ നിങ്ങൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ഫോർ ലൂപ്പ് റെപ്പിറ്റേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഫോർ ഐ ഇൻ റേഞ്ച് 4 ഇങ്ങനെ ചെയ്താൽ 4 പ്രാവശ്യം നമ്മൾ ഫോർ ലൂപ്പിൻ്റെ അണ്ടറിൽ കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ്സ് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, 4 പ്രാവശ്യം ആവർത്തിക്കപ്പെടുമെന്നാണ്. ഓക്കെ, ഇവിടെ ഒരു വേരിയബിളിന് ഐ എന്ന് കൊടുത്തതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഏത് രീതിയിൽ ഫോർ ഐ എന്നുള്ളത് ഫോർ ജെ എന്ന് കൊടുത്താലും കെ എന്ന് കൊടുത്താലും
ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു കോളൻ, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് സെമി കോളൻ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് കോളൻ സിമ്പിൾ കിട്ടും. ഓക്കെ, പ്രസ് ദ കോളൻ ആൻഡ് എൻ്റർ കീ. ഓക്കെ, ദെൻ ഫോർവേഡ് എന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഡി എന്ന് നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം. എഫ് ഡി 100. എഫ് ഡി 100 മീൻസ് ദ ലൈൻ ഓഫ് ലെങ്ത് 100 യൂണിറ്റ്സ്. 100 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ്, ആർ ടി. ദ ഷോർട്ട് ഫോം ഓഫ് റൈറ്റ് ഈസ് ആർ ടി. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് 90 ഡിഗ്രി. സ്ക്വയേഴ്സിൻ്റെ ഒക്കെ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ 90 ഡിഗ്രി ആംഗിൾ കൊടുക്കുക. ഈ രീതിയിലാണ് ഈ എഫ് ഡി 100 ആൻഡ് റൈറ്റ് അല്ലെങ്കിൽ ആർ ടി 90 എന്നുള്ളത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഒരു സ്ക്വയർ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ ലഭിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇത് റൺ കൊടുക്കുക, റൺ മോഡിൽ കൊടുക്കുക. സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ്, ഓക്കെ ടു സേവ്ഡ് എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും ഓക്കെ സെലക്ട് ചെയ്യുക. ഇതിനൊരു പേര് കൊടുക്കുക. ഓക്കെ, സ്ക്വയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനിൽ അത് സേവ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹോം ഫോൾഡറിലാണ്, ഹോം ഫോൾഡറിൽ സേവ് ചെയ്യുക. ഓക്കെ, എനിവേ ഇപ്പം നമുക്കിവിടെ ഒരു സ്ക്വയർ വന്നിട്ടുണ്ടല്ലേ ഔട്ട്പുട്ട് സ്ക്രീനിൽ. നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, അത് ഫോർവേഡ് 100 യൂണിറ്റ് ആൻഡ് റൈറ്റ് 90 ഡിഗ്രി എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജിയോമെട്രിക് ഷേപ്സ് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. ഇതിപ്പോൾ ഒരു സ്ക്വയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിൾ, അതിന് പ്രോഗ്രാം അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിന് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 100 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ട്രയാങ്കിൾ നിർമ്മിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 100 യൂണിറ്റ് ലെങ്ത്, അതിൻ്റെ ആംഗിൾ എന്താണ്, 120 ഡിഗ്രി അല്ലേ. 120 ഡിഗ്രി എന്നാണ് ആ പ്രോഗ്രാമിൽ കൊടുത്തത്. ലെഫ്റ്റ് 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇടത്തോട്ടേക്ക് 120 ഡിഗ്രി ആംഗിളിൽ എന്താണ് ഡ്രോ ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഒരു പെൻറ്റഗൺ, പഞ്ചഭുജത്തിൻ്റെയും തന്നിട്ടുണ്ട്. 100 യൂണിറ്റ് ലെങ്ത്തിൽ ലൈനായിരിക്കണം. ലെഫ്റ്റ് 720, അതായത് ഇടത്തോട്ടേക്ക് 72 ഡിഗ്രി കോണളവിലാണ് ഡ്രോ ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള പ്രോഗ്രാമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഹെക്സഗൺ, അതായത് ഷഡ്ഭുജത്തിൻ്റെ പ്രോഗ്രാം അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ, ത്രികോണം ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഇത് ഒന്നും ചെയ്യേണ്ടതില്ല. ട്രയാങ്കിൾ എന്താണ്, 3 സൈഡ്സ് അല്ലേ ഉണ്ടാവുക ട്രയാങ്കിളിന്. ഓക്കെ, അപ്പോൾ 4i ഇൻ റേഞ്ച് എന്നുള്ളത് 3 എന്ന് കൊടുക്കുക. എഫ് ഡി 100 ആണ് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് 250 നമുക്ക് കൊടുത്തു നോക്കാം. ട്രയാങ്കിൾ ലെഫ്റ്റ് സൈഡിലേക്ക് എൽ ടി എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കൊടുക്കണം, ആംഗിൾ 120 എന്ന് കൊടുക്കുക. ഓക്കെ, 120. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ ഇവിടെ ലഭിക്കും. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിലെ ആംഗിൾ വന്നിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ എൽ ടി എന്നുള്ളത് ആർ ടി കൊടുത്താൽ എന്താവും, ആ ട്രയാങ്കിളിൽ താഴേക്കായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. 120 ഡിഗ്രി റൈറ്റിലോട്ട് പോകും. ഓക്കെ, ദിസ് ഇസ് ദ പ്രോഗ്രാം ടു ക്രിയേറ്റ് ട്രയാങ്കിൾ ഷേപ്പ് യൂസിങ് പൈത്തൺ ലാംഗ്വേജ്. നെക്സ്റ്റ് ഈസ് പെൻറ്റഗൺ, പഞ്ചഭുജം. ഓക്കെ, പെൻറ്റഗൺ എന്താണ് ഇവിടെ മാറ്റമുള്ളത്, ദ നമ്പർ ഓഫ് സൈഡ്സ് ഇൻ പെൻറ്റഗൺ ഈസ് 5. പഞ്ചഭുജത്തിന് 5 വശങ്ങളാണുള്ളത്. അവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർവേഡ് 100, ലെഫ്റ്റ് 72 ഡിഗ്രിയാണ് അവിടെ പ്രോഗ്രാമിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇതിൽ മാറ്റം വരുത്തുക. 4i ഇൻ റേഞ്ച് എന്നുള്ളത് 5 എന്നാക്കുക. എഫ് ഡി എന്നുള്ളപ്പോൾ 100 കൊടുത്താലും കുറച്ച് നമുക്ക് വലുതാക്കാം. 200 കൊടുക്കുക, 200 കൊടുക്കുക. ഓക്കെ,
നെക്സ്റ്റ് എന്താണ് ലെഫ്റ്റ് എന്നുള്ളത് 720 കൊടുക്കാനാണ് പറയുന്നത്. 720 ഇത് റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പെൻറ്റഗൺ നമുക്ക് കിട്ടും, പഞ്ചഭുജം കിട്ടും. ദ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് നമ്പർ ഓഫ് സൈഡ്സ് 5 അല്ലേ? 5 വശങ്ങളാണ് ഉള്ളത്. അടുത്തത് നമ്മോട് അടുത്ത പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ ആണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഹെക്സഗൺ 100 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ഹെക്സഗൺ അല്ലേ? അതിൻ്റെ ആംഗിള് 60 ഡിഗ്രി. നമുക്ക് ലെഫ്റ്റിലോട്ടിൽ 60 ഡിഗ്രി കൊടുക്കാം അല്ലേ? അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് എന്നുള്ളത് ദ നമ്പർ ഓഫ് സൈഡ് 6 ആണ്. പെൻറ്റഗൺ അല്ലേ? സോറി, പെൻറ്റഗൺ അല്ല, ഹെക്സഗൺ ഷഡ്ഭുജമാണ്. 6 കൊടുക്കുക. ലെഫ്റ്റ് എന്നുള്ളത് എന്ത് കൊടുക്കുക? 60 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെക്സഗൺ ഇവിടെ കിട്ടും. സൈസ് കുറച്ചും കൂടി ചെറുതാക്കാം. എഫ് ഡി എന്നുള്ളത് നമുക്ക് 100 കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ ഒരു ഹെക്സഗൺ കിട്ടിയിട്ടുണ്ട്. 6 സൈഡ്സ് ഉള്ള ഒരു 6 സൈഡ്സ് ഉള്ള ഒരു ഹെക്സഗൺ ഷഡ്ഭുജം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, these are the programs that creates geometrical shapes using Python language. പൈത്തൺ ഭാഷ ഉപയോഗിച്ച് ജ്യാമിതീയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അടുത്ത സെക്ഷൻ പാറ്റേൺസ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള പാറ്റേൺസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത സെക്ഷൻസിലൊക്കെ പറയുന്നത്. എന്താണ്, ഒരു പൂക്കളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യില്ലേ? അപ്പോൾ ആ രീതിയിൽ പാറ്റേൺസ്. ഓക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ കളർ ഫില്ല് ചെയ്യുക, അതിൻ്റെ ബോർഡർ കളർ എങ്ങനെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത സെക്ഷൻസിലൊക്കെ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കുക. നമുക്ക് ഇന്ന് ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, മാക്സിമം നിങ്ങൾ നോട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, കുറച്ച് ദിവസം കിട്ടിയാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിച്ചു ചോദിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ഗുഡ് ബൈ.